ദൈവത്തിന് സ്തുതി. പ്രിയ ദൈവജനമേ, സത്യവേദ പുസ്തകത്തിലെ വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. വെളിപാട് 1:3. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഒന്നുകൂടി ഈ വചനം നമുക്ക് വായിച്ചു കേൾക്കാം. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത്. ഈ വചനം പല പ്രാവശ്യം വായിക്കുകയും പല പ്രാവശ്യം എഴുതുകയും നിരന്തരം ധ്യാനിക്കുകയും ചെയ്യുക. ഇത് എൻ്റെയും നിൻ്റെയും ഹൃദയത്തിൽ ഏറ്റെടുക്കുക. ഈ വചനം നമ്മുടെ കുടുംബത്തിലേക്ക് അനവധിയായ അനുഗ്രഹങ്ങളെ കൊണ്ടുവരും. ദൈവവചനം വായിക്കുന്നവരും അത് കേൾക്കുന്നവരും പ്രമാണിക്കുന്നവരും അതനുസരിക്കുന്നവനും അനുഗ്രഹിക്കപ്പെടുമെന്നാണ് വചനം പറയുന്നത്. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ജീവിതത്തിലും തൻ്റെ ഭവനത്തിലും നടപ്പാക്കുന്നവൻ എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹിക്കപ്പെടും. സമ്പത്തിൽ അനുഗ്രഹിക്കപ്പെടും, സമാധാനത്തിൽ അനുഗ്രഹിക്കപ്പെടും, സ്നേഹത്തിലും ആരോഗ്യത്തിലും എല്ലാം അനുഗ്രഹമാകും. സ്നേഹം തേടി അലയേണ്ട ആവശ്യമില്ല. അയൽപ്പക്കത്തേക്ക് നോക്കേണ്ട കാര്യമില്ല. ഒരാളും നമ്മെ പ്രലോഭിപ്പിക്കില്ല. സത്യവചനത്തെ അനുസരിക്കാതെ അലസമായി നടക്കുന്നവന് ദുരിതം. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം വായിച്ചു കേൾക്കാം. ബാറക്കുമോർ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല. അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെയത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ആമീൻ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്മോർ. പ്രിയരെ, സന്തോഷത്തിലും സമാധാനത്തിലും സ്നേഹത്തിലും ജീവിക്കണമെന്ന് ഞാനും നീയും ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വചനം നിരന്തരം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ആഗ്രഹിക്കുന്നവന് ഈ വചനം ലഭിക്കുന്നതിന് ഇന്നു മുതൽ വചനവായന നമ്മൾ ആരംഭിക്കുന്നു. വചനം മറ്റുള്ളവർക്കും അനുഗ്രഹമാകുന്നതിന്, അതുവഴി നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതിനും അനേകർക്ക് അയച്ചു കൊടുക്കുക. പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിലും പ്രാർത്ഥനാ വിഷയം പറയണമെങ്കിലും പ്രശ്നങ്ങൾ ഷെയർ ചെയ്യണമെങ്കിലും വിളിക്കുക. ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആമീൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.